ക്രാഫ്റ്റ്സ് ആൻഡ് ഹാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതൊരു ജ്യൂസിൻ്റെ ഒരു ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഭംഗിയുള്ള ഒരു ഹോം ഡെക്കർ പീസായിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിൽ ഭയങ്കര ഗ്ലേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് അക്രിലിക് പെയിൻറ്റ് അതിൻ്റെ മുകളിലൊന്ന് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചൊന്ന് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലൂവിൻ്റെ ഒരു കോട്ട് കൊടുത്താലും മതി. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു സർഫസ് അതിൻ്റെ ആ ഗ്ലേസിങ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ 2 തരം ത്രെഡ്സാണ് ഉപയോഗിക്കുന്നത്. അതായത് ജൂട്ടിൻ്റെ ത്രെഡും പിന്നെ നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ, അതാണ് രണ്ടാമതായിട്ട് ഞാൻ ആ വൈറ്റ് കളറ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഗ്ലൂ കുറേശ്ശെ അപ്ലൈ ചെയ്ത് ഒട്ടും സ്പേസ് ഇല്ലാതെ ഒട്ടും ഗ്യാപ്പില്ലാണ്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ ചുറ്റിയെടുക്കണം. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നാൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് നന്നായിട്ട് അടുപ്പിച്ച് നല്ല ടൈറ്റായിട്ട് ചുറ്റി എടുക്കുക. മുകളിൽ വരെ അത് നന്നായിട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടഭാഗത്ത് ഞാൻ ആ പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലും കുറച്ചും കൂടി ആ ജൂട്ട് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചുറ്റിയെടുത്തിട്ട് വരാം. ഈ ബോട്ടിലിൻ്റെ മോൾ ഭാഗം, അതിൻ്റെ ആ നെക്ക് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഫുള്ള് കുറച്ച് നല്ല കെയർഫുള്ളായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഞാൻ സാധാരണ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവിടെ മുഴുവൻ ആ നൂല് വരുമ്പോൾ കുറച്ചും കൂടി അതൊരു നല്ലൊരു ലുക്കാണ്. അത് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ അതിന് കിട്ടുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മോൾ ഭാഗം ഫുള്ള് നമ്മൾ ആ ഗ്ലൂ വെച്ചിട്ട് നമ്മളത് ചുറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട് നൂല് വെച്ചിട്ട്. ഇനി നമ്മൾ ആ വൈറ്റ് പോർഷൻ നമുക്ക് അങ്ങനെ തന്നെ വിടാം, അല്ലെങ്കിൽ അതിൽ ചെറിയ ഒരു ലൈറ്റായിട്ട് നമുക്ക് വൈറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ബ്ലാക്ക് ചെയ്യാം. ഇപ്പം ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പൈപ്പിംഗ് ത്രെഡിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അതാണ് സൈഡിൽ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ബ്ലാക്ക് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് റിബൺ ചുറ്റണം, കുറച്ച് ഹാഫ് പേൾസ് ഒട്ടിക്കണം, പിന്നെ ജൂട്ടിൻ്റെ നൂല് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കണം. ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇതേപോലെ ഒരു നോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അത് നമുക്കൊരു 4 or 5 നോട്ട് സ്റ്റിക്ക് ചെയ്ത് ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഒരു പെറ്റൽ ഇപ്പോൾ 2 പെറ്റലായി, ഇതേപോലെ ഒരു 6 പെറ്റൽ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ആ നൂലുണ്ടല്ലോ, ജൂട്ടിൻ്റെ തന്നെ ബാക്കി കിടക്കുന്നത്, അത് നമ്മൾ അതിൻ്റെ മുകളിൽ ചുറ്റി ഒരു സർക്കിൾ പോലെ ഒരു വട്ടത്തിൽ നമ്മൾ അതൊരു വൃത്താകൃതിയിൽ നമ്മളത് ചുറ്റി അതേപോലെ മുകളിൽ അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരുന്നാൽ മതി.
ഇതേപോലെ ചുറ്റി. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഞാനൊരു ഗ്ലിറ്ററിൻ്റെ ഒരു പേപ്പർ കൊണ്ട് ഒരു ചെറിയ ഒരു സർക്കിളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് ഒരു പേളും വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ റിബൺ വെച്ചിട്ട് ഒരു ബോയും ഉണ്ടാക്കി മുകളിൽ ആദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ലുക്കായിട്ട് മാറും. അപ്പോൾ നമ്മുടെ 2 ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റും ഒരെണ്ണം ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.